ഗൈഡൻസ് സ്കൂൾ ലെവൽ ദിശ പ്രോഗ്രാമിൻ്റെ തുടക്കമാണ് ഇന്ന്. കരിയർ ഗൈഡൻസ് സെല്ലിൻ്റെ മെയിൻ ഉദ്ദേശം കുട്ടികളിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ പരിചയപ്പെടുത്തുക, സ്കില്ലുകൾ തിരിച്ചറിയുക, നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചുള്ള ഒരു കരിയറിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് കരിയർ ഗൈഡൻസ് സെല്ലിൻ്റെ പ്രവർത്തന ഉദ്ദേശം. കരിയറും ജോബും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇഷ്ടപ്പെട്ട് ഒരു ജോലി ചെയ്ത് അതിൽ നിന്ന് പണം സമ്പാദിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് കരിയർ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടാത്ത ഒരു ജോലി കഷ്ടപ്പെട്ട് ചെയ്ത് പണം സമ്പാദിച്ച് അത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അത് ജോബായിട്ട് മാറുന്നത്. അപ്പം കരിയറും ജോബും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും കരിയറിലാണ് എത്തേണ്ടത്. നിങ്ങളുടെ സ്കില്ലനുസരിച്ച്, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, നിങ്ങളുടെ പാഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു കരിയർ ഉണ്ട്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഒരു സെല്ല് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രസിഡന്റിനെ വിളിച്ചത് ഒത്തിരി തിരക്കുള്ള മനുഷ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, വരാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചില്ല. വിളിക്കാഞ്ഞതിൻ്റെ കാര്യം തിരക്കുകൾക്കിടയിൽ ഫോൺ എപ്പോഴും വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് കരുതി ഞാൻ പിന്നെ വിളിച്ചില്ല. ഇന്ന് രാവിലെ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു. അത് ഓർത്തിരുന്നു തിരിച്ചു വിളിച്ചു. സാറേ, പ്രോഗ്രാം ഇന്നല്ലേ എന്ന് ചോദിച്ചു. ശരിക്കും എനിക്ക് ഒരു അത്ഭുതമാണ് തോന്നിയത്. ഞാൻ ഉദ്ദേശിച്ചത് സ്കൂളിൽ വന്നതിന് ശേഷം സാറിനെ ഒന്ന് വിളിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വണ്ടി ഓടിച്ച് വന്നത്. അപ്പോൾ കറക്റ്റ് സാർ അത് ഓർത്തിരുന്ന് കൃത്യമായിട്ട് എന്നെ വിളിച്ചു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ സാറിനെ തിരിച്ചു വിളിച്ചു. സാർ ഫോൺ പെട്ടെന്ന് തന്നെ എടുത്തു. ഞാൻ കറക്റ്റ് സമയത്ത് വരുമെന്ന് പറഞ്ഞു. ഇത്രയും തിരക്കുകൾക്കിടയിലും പഞ്ചായത്തിൻ്റെ സാരഥിയായിട്ട് നിൽക്കുമ്പോഴും ഇത്രയും തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ ഒരു ചെറിയൊരു പ്രോഗ്രാമിലേക്ക് വന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കാണിച്ച വലിയ മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഏറ്റവും കൃത്യമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പി ടി പ്രസിഡന്റിനോട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി വരാമെന്ന് കേൾക്കുകയും ഇന്ന് കൃത്യസമയത്ത് ഇവിടെ എത്തുകയും നമ്മുടെ ഒപ്പം ഇവിടെ ആയിരിക്കുകയും ചെയ്യുന്ന പി ടി പ്രസിഡന്റിനെ, നവാസ് പള്ളിവേലിന് ഏറ്റവും കൃത്യമായ രീതിയിൽ സ്വാഗതം ആക്കുന്നു. നമ്മുടെ NTR-കാരിൽ തന്നെയായിട്ടുള്ള ബഷീർ സാറാണ്. അദ്ദേഹം ഒരു വ്യത്യസ്തമായ കരിയറിൽ നിൽക്കുന്ന ആളാണ്. നിങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഒരു പ്രോഗ്രാം കൊണ്ട് വരണം. എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻക്വയറി, അതായത് അന്വേഷിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഷിപ്പിംഗ് മേഖല. അതുപോലെ തന്നെ ഷിപ്പിലെ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്തിട്ടുള്ള മേഖലയിലെ തൊഴിൽ സാധ്യതകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ, പ്രത്യേകിച്ച് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇത് ചോദിക്കുന്നത്. പലപ്പോഴും എനിക്കിത് നേരിട്ടൊരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ വായിച്ചുള്ള അറിവും കേട്ടറിവും വെച്ചിട്ടാണ് ഞാൻ പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബാക്കിയുള്ള മേഖലകളൊക്കെ തന്നെ ഞാൻ എൻ്റെ വിഷയം സയൻസ് ആയതുകൊണ്ട് തന്നെ സയൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നേരിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും കോൺഫിഡൻസോടെ. പക്ഷേ ഈ ഒരു മേഖല, ഷിപ്പിംഗ് മേഖല, ഷിപ്പ് ഞാൻ അടുത്ത് പോലും കണ്ടിട്ടില്ല, കയറിയിട്ടുമില്ല. അവിടുത്തെ ടൂറിസം സാധ്യതകളെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. പക്ഷേ കേട്ടും ഉള്ള അറിവുകളാണ് കൂടുതലുള്ളത്. പക്ഷേ എനിക്കത് കോൺഫിഡൻസോടെ പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ എൻജോയ് ഉള്ളത് ഈ ഒരു മേഖലയെക്കുറിച്ചാണ്. അപ്പോൾ സാറ് ആ ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. 20 വർഷമായിട്ട് ആ ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 100-നടുത്ത് രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു സ്വപ്നമാണ്. ഇത്രയും രാജ്യങ്ങളിലൂടെ ഈ ഒരു ചെറിയൊരു സമയത്തുള്ള യാത്ര ചെയ്യുക, അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ബഷീർ സാറിനെ ഏറ്റവും കൃത്യമായ രീതിയിൽ ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ഒരു എക്കണോമിക്സിൻ്റെ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് തന്നെയാണ് നമ്മുടെ അഭിലാഷ് സാറ്. ആധികാരികമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനും ആഴത്തിലുള്ള വായനയും അറിവുമുള്ള ഒരു വ്യക്തിയാണ് അഭിലാഷ് സാറ്. സാറിനെയും ഏറ്റവും കൃത്യമായ രീതിയിൽ സ്വാഗതം ചെയ്തത്. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജോയ് ജോസ് മുണ്ടുപാലം, അതുപോലെ നമ്മുടെ ഈ ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ നവാസ് പള്ളിവീട്ടിൽ,
ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഇന്ററാക്റ്റീവ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ശ്രീ ബഷീർ വെട്ടിക്കൽ, അഭിലാഷ് സാർ, മറ്റ് അധ്യാപകരെ, വിനോജ് സാർ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ സാർ ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഒരു +2 കഴിഞ്ഞാണ് നമ്മുടെ കരിയർ നമ്മൾ യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ +2-ന് ശേഷം നമ്മുടെ കരിയറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഏത് ഫീൽഡിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പും ഡിപ്പാർട്ട്മെന്റും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ദിശ എന്ന പേരിൽ ഒരു പ്രോഗ്രാം സ്കൂളുകളിലും ജില്ലകളിലും സംസ്ഥാന തലത്തിൽ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് അവരുടെ കഴിവുകൾക്കനുസൃതമായിട്ട് തിരിച്ചുവിടുക എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാം ഉദ്ദേശം. സമയമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തൊഴിൽ മേഖലകൾ വളരെ വ്യാപകമായിട്ട് കിടക്കുകയാണ്. അപ്പം നമ്മുടെ ഡിഗ്രി സിസ്റ്റം തന്നെ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്ത് ഇന്ത്യയിലൊക്കെ ഒരേ കോഴ്സുകൾ എല്ലാം സംബന്ധിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് ഗവൺമെന്റിനും സ്കൂളും എല്ലാം ഒരേപോലെ നിന്ന് ഉള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മിനി ദിശ എന്ന ഏറെ ആദരണീയായ യോഗത്തിൻ്റെ അധ്യക്ഷ, നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ നജീമ ടീച്ചർ, ഇവിടെ ആശംസകൾ സംസാരിക്കുന്ന ശ്രീ നവാസ് പള്ളിവീട്ടിൽ സ്വാഗതം ആശംസിച്ച വിനോദ് സാറ്, ഇവിടെ നമ്മളുമായിട്ട് ഇൻട്രാക്ഷൻ നയിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ബഷീർ വെട്ടിക്കൽ, അദ്ദേഹമുള്ള അഭിലാഷ് സാറ്, ബഹുമാനപ്പെട്ട അധ്യാപകരെ, ഏറെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, കരിയർ ഗൈഡൻസ് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. പഴയ കാലങ്ങളില്ലാത്തതും എന്നാൽ ഇപ്പോൾ ഉള്ളതുമായ ഒരു പദപ്രയോഗവുമാണ് കരിയർ ഗൈഡൻസ്. നമ്മുടെ അഭിവൃദ്ധി എന്തായിരിക്കണം, നമ്മുടെ മുൻപോട്ടുള്ള പോക്കിന് നമ്മുടെ ദിശ ഏതാണ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള പരിപാടികൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്കൂളും ഡിപ്പാർട്ട്മെന്റും സർക്കാരും ഒക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് ഈ ചെറിയൊരു ഇന്ററാക്ട് സെക്ഷന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പഴയ കാലങ്ങളിൽ അഭിവൃദ്ധിക്കനുസരിച്ച് മുൻപോട്ട് പോകുവാനോ അല്ലെങ്കിൽ തങ്ങളുടെ ആഗ്രഹമെന്തെന്ന് പ്രകടിപ്പിക്കുവാൻ കുട്ടികൾക്ക് ഒന്നും സാധ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പഴയ വിദ്യാഭ്യാസ കാലഘട്ടമെങ്കിൽ. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഓരോ കുട്ടികൾക്കും അവരവരുടെ കഴിവ് എന്തൊക്കെയാണെന്നും ഏതൊക്കെ മേഖലയിലാണ് താൻ ശ്രദ്ധ പതിപ്പിക്കേണ്ടതെന്നൊക്കെ നന്നേ ചെറുപ്പമാണ് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധിക്കുന്നത്. ഏത് തൊഴിൽ മേഖലയായിക്കോട്ടെ, മറ്റേത് ഏർപ്പെടുന്ന എന്ത് മേഖലയാണെങ്കിലും നമ്മൾ കൃത്യമായ ലക്ഷ്യബോധവും നമുക്ക് മുൻപോട്ടുള്ള പ്രയാണത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ അവബോധവും നമുക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രം അധ്യക്ഷൻ മേരിയമ്മ ടീച്ചർ, സ്വാഗത പ്രാർത്ഥന വിനോദ് സാറ്, ഉദ്ഘാടകൻ വിജയ് സാറ്, ഈ പരിപാടി ക്ലാസ്സിലെത്താൻ വന്നിരിക്കുന്ന ബഷീർ സാറ്, അഭിലാഷ് സാറ്, മറ്റിവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ചേർന്നെടുക്കുന്ന ഈ കരിയർ ഗൈഡൻസിൻ്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തി വരികയാണ്. വ്യത്യസ്തങ്ങളായ അഭിരുചികൾ ഉള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനും അവർക്ക് ആ രീതിയിലുള്ള കരിയർ തിരഞ്ഞെടുക്കുന്നതിനും ഒരു അവസരമാണ് ഇത്. ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആളുകളുടെ ക്ലാസ്സുകൾ സഫലത സേവിക്കുകയും അവരോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്ന് ഈ രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്ത് നല്ലൊരു ക്ലാസ് ഇവിടെ നടത്താനാണ് ബഷീർ സാർ എത്തിയിരിക്കുന്നത്. നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്. 100-ലധികം രാജ്യങ്ങളിൽ സഞ്ചരിച്ച് വ്യത്യസ്തങ്ങളായ രുചിഭേദങ്ങൾ ആളുകൾക്ക് നൽകുകയും ആ രുചിഭേദങ്ങളെ സാംശീകരിക്കുകയും അത് നമ്മൾക്കായി സമർപ്പിക്കാനും എത്തിയിരിക്കുകയാണ് ബഷീർ സാറ്. ആ സാറിൻ്റെ വാക്കുകൾ കേൾക്കുവാനാണ് നിങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത് അറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തെരഞ്ഞെടുക്കുന്നില്ല. ഈ ഒരു സംരംഭം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചു. ചൂഷണം ചെയ്യണം. അറിയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ചോദിക്കാം. സാറ് താൻ്റെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇല്ല സാറേ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ പറയും. നിങ്ങൾ ചോദിക്കാതിരിക്കരുത്. ഷിപ്പിംഗ് മേഖലയിലെ ജോലി സാധ്യതകളാണ് നമ്മുടെ ക്ലാസിൻ്റെ വിഷയം.
സാറിനെ ഏറ്റവും കൃത്യമായ രീതിയിൽ സ്വാഗതം ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് എവരിബഡി. മോർണിംഗ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ ബിജോയ് സാർ, PTA പ്രസിഡന്റ് നവാസ് പള്ളിവീട്ടിൽ, ദ കരിയർ ഗൈഡ് ബിനോജ് സാർ, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ഹൃദയം പറഞ്ഞ നന്ദി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിങ്ങളെ. എൻ്റെ പേര് ബഷീർ എന്നാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ കഴിഞ്ഞ 20 വർഷത്തോളമായി ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുവാണ്. ഞാൻ IHM ആണ് പഠിച്ചത്. IHM കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ടൽ ഫീൽഡിലാണ് ജോലി ചെയ്തത്. ഹോട്ടലിൽ നിന്ന് ഷിപ്പിൽ പോയിട്ട് 20 വർഷമായി. ഏകദേശം 100ഓളം രാജ്യങ്ങളും 50ഓളം ഐലൻഡുകളും കവർ ചെയ്തു. അതുകൂടാതെ ഈ ഗ്ലോബ് 3 തവണ കറങ്ങി. വേൾഡ് പോലീസിൻ്റെതായിട്ട് ഗ്ലോബ് ആർട്ടിക് മുതൽ അന്റാർട്ടിക് വരെ 3 തവണ ഞാൻ കറങ്ങി വന്നു. ഷിപ്പിൽ ജോലി ചെയ്തു. അപ്പോൾ ഞാൻ പഠിച്ച എൻ്റെ കരിയർ എന്ന് പറയുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് IHM-ലാണ് പഠിച്ചത്. ട്രിവാൻഡ്രത്താണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങുമായി താജ് ഗ്രൂപ്പിൻ്റെ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുംബൈ താജിൽ ജോലി ചെയ്തിട്ടുണ്ട്. മുംബൈ ഷെറാട്ടണിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഷെറാട്ടൺ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കരിയറിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഈ 30 മിനിറ്റ് ടൈം കുറവാണ്. പക്ഷേ വാല്യുബിൾ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഞാൻ തരാം. നിങ്ങളത് നോട്ട് ചെയ്തെടുത്താലും നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെയധികം ജോലി സാധ്യതകളുള്ള, ഒത്തിരി അധികം വേക്കൻസികളുള്ള, എന്നും ആളെ ആവശ്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് തീർന്ന ഒരു ജോലിയല്ല ഇത്. നമ്മുടെ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഹോട്ടൽ ഇൻഡസ്ട്രി അത്യാവശ്യമാണ്. ഈ മേഖലയിൽ ജോലി എന്ന് പറയുന്നത് ഹോട്ടൽസിലുണ്ട്, റെസ്റ്റോറൻറ്റ്സിലുണ്ട്, ക്രൂയിസ് ലൈനുകളിലുണ്ട്, എയർലൈൻസുകളിലുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരു പുതിയ ഇൻഫർമേഷൻ വെച്ച് UK-യിലും മറ്റ് യൂറോപ്യൻ കൺട്രീസിലും ഓൾഡ് ഏജ് ഹോമിൽ കുക്കിനെ എടുക്കുന്നുണ്ട്. മറ്റ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആളെ എടുക്കുന്നുണ്ട്. ഈ നമസ്കാരം. നമുക്ക് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വിനോദ് സാറ് പറഞ്ഞ 2 വാക്കുകളുണ്ട്. നമ്മുടെ ജോലി ഏറ്റവും ആഗ്രഹത്തോടുകൂടിയും താല്പര്യത്തോടുകൂടിയും ചെയ്യുകയാണ്. അതിന് നമ്മൾ കരിയർ എന്ന് പറയും. നമ്മൾ തക്കാലത്തേക്ക് ചെയ്ത് തീർത്ത സാലറി വായിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ അതിന് ജോബ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇത്രയും നേരം നമ്മളോട് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ സാർ ഹോട്ടൽ മാനേജ്മെന്റിനെ പറ്റി സംസാരിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ കരിയറായിട്ടാണ് അത് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. അത്ര ആത്മാർത്ഥമായ ആവേശത്തോടെ താൻ കടന്നു ചെന്ന മേഖലകളെ പറ്റി വളരെ വിശദമായിട്ട് അദ്ദേഹം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഭംഗിയായിട്ട് തന്റെ ആശയങ്ങൾ ഇവിടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ ഞാൻ ഒരു കാര്യം നമ്മുടെ കരിയറിന്റെ കാര്യമുള്ള വിനോദ് സാറിനെ പറ്റി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. നമുക്കറിയാം, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് മുന്നോട്ടുള്ള ഒരു കോഴ്സിനെ പറ്റി അറിയണമെന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഇന്റർനെറ്റോ ഒന്നും അത്ര വ്യാപകമായിരുന്നില്ല. ഇപ്പൊ ഞാനിപ്പോഴും ഓർക്കുന്നു, ആ സ്കോളർഷിപ്പുകൾ ഒക്കെ അറിയുന്നതിന് വേണ്ടി ഒരു ബുക്ക് ഡൽഹിയിലേക്ക് എഴുതി അയച്ച് നമ്മൾ അത് വരുത്തി കംപ്ലീറ്റ് അതിനെപ്പറ്റി പഠിച്ച കാലങ്ങൾ ഞാൻ ഓർക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ എക്കണോമിക്സിന്റെ സാധ്യതകളെ പറ്റി ഞാൻ നോക്കി. ആ വിവരങ്ങളെല്ലാം തന്നെ വളരെ വിശദമായിട്ട് ഒറ്റ സ്ലൈഡിൽ വളരെ ഭംഗിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ വളരെ മനോഹരമായിട്ട് ഇവിടെ തന്നിരിക്കുന്നു. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് വളരെ അമൂല്യമായ ഒരു അവസരമാണ്. ഇതിപ്പോ നമ്മളിവിടെ വന്ന് സംസാരിച്ചു പോവുകയല്ല. ഈ ഓരോ സ്ലൈഡുകളും നിങ്ങൾ നിന്ന് വായിച്ചു നോക്കണം. അത്ര അമൂല്യമായിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ഞാനിവിടെ നിങ്ങളോട് ഒന്ന് ആരംഭത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. ഞാൻ എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി തന്നെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത്
നമ്മുടെ JJ മർഫി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ മേരിമ ടീച്ചറാണ്. എല്ലാ അക്കാദമിക് കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കുന്ന മേരിമ ടീച്ചറിനെ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജോയ് സാറിനെ സംബന്ധിച്ചിടത്തോളം നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം വളരെ സജീവമായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പം ജോലിയോടുള്ള ആത്മാർത്ഥത വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അദ്ദേഹം ഇന്നിവിടെ കൃത്യസമയത്ത് തന്നെ വന്ന് നമ്മുടെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിനും ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ PTA പ്രസിഡന്റ് നവാസ് സാറിന്റെ മോള് എന്റെ NSS വോളണ്ടിയർ ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുന്ന നവാസ് സാറിനും ഇപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കോഴ്സുകളെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അത്രയ്ക്ക് താല്പര്യത്തോടുകൂടി നമ്മുടെ സ്കൂളിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന നവാസ് സാറിനും ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കോഴ്സിനെ പറ്റി വളരെ മനോഹരമായിട്ട് ഇവിടെ സംസാരിച്ച ഇപ്പൊ ഞാനിത് നമ്മുടെ ബഷീർ സാറിനെ കണ്ടപ്പോഴേ സംസാരിച്ചു. ഇന്നപോലെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ഒരു ചേട്ടൻ ഇതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡിലുണ്ട്. അപ്പൊ അദ്ദേഹം ആദ്യം ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു അമേരിക്കൻ കപ്പലിലായിരുന്നു. അന്ന് അവിടെ ഒരു വലിയ സ്റ്റോം ഒക്കെ വന്നപ്പോൾ അതിന്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, കാലം മാറി, ഇന്ന് എല്ലാ കപ്പലുകൾക്കും ബാലൻസർ ഉണ്ട്, ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ഏത് മേഖലയിലാണെങ്കിലും കടലിലാണെങ്കിലും ആകാശത്താണെങ്കിലും എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി. തന്റെ വിഷയത്തെ പറ്റി വളരെ അവഗാഹത്തോടുകൂടി തീഷ്ണതയോടുകൂടി താല്പര്യത്തോടുകൂടി നമ്മുടെ മുന്നിൽ സംസാരിച്ച ബഷീർ സാറിന് ഇവിടെ ഇത്രയും സമയം, ഒരു മിനിറ്റോളം സമയം നമ്മളുമായിട്ട് തന്റെ ആശയങ്ങൾ പങ്കുവച്ച നവാസ് സാറിന് ഇവിടെ ബഷീർ സാറിന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മുടെ കരിയർ ഗൈഡൻസിന്റെ സാറായ വിനോദ് സാർ, നമുക്കറിയാം ഇത്ര ഒരു കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതിന് പിന്നിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ പ്രിപ്പറേഷൻ ഉണ്ട്, പല കോഴ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ആത്മാർത്ഥതയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലക ശക്തി. അതുപോലെ തന്നെ അദ്ദേഹം SCRT-യുടെ ഒക്കെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് സിലബസ് പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന വളരെ വിജ്ഞാന കുതുകിയായിട്ടുള്ള വൈജ്ഞാനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.